തൃശൂർ, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ. തമിഴ്നാട്ടിലെ ആനമല മലനിരകളിൽ നിന്നാണ് ഇതിന്റെ ഉദ്ഭവം. ഇന്ത്യയിൽ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴകളിൽ ഒന്നാണ് ചാലക്കുടിപ്പുഴ. വിവിധങ്ങളായ മത്സ്യങ്ങൾ കൊണ്ടും ഈ പുഴയെ വൈവിധ്യമാക്കുന്നു. ഈ പുഴ ഒഴുകുന്ന തീരത്തുള്ള കൊച്ചു ഗ്രാമങ്ങളാണ് വാളൂർ, ചെറുവാളൂർ എന്ന ഗ്രാമങ്ങൾ. ജാതി, മത, കക്ഷി, രാഷ്ട്രീയ ഭേദമന്യേ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒത്തൊരുമയോടെ ജീവിക്കുന്ന മനുഷ്യർ. മുമ്പ് ശിവരാത്രി മഹോത്സവം ജാതിഭേദമന്യേ നടത്തിപ്പോന്നിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കുമാറ് ഇപ്പോൾ നന്മ വാട്സപ്പ് കൂട്ടായ്മ വീണ്ടും വരുന്നു പുതുവത്സര പുഴയോര ഫെസ്റ്റ്. ആസ്വദിച്ചിടാം, ആനന്ദിച്ചിടാം നന്മയോടൊപ്പം. നന്മ വാളൂർ ചെറുവാളൂർ വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച 4 ദിവസത്തെ പുഴയോര ഫെസ്റ്റ് ഏറ്റവും മനോഹരമായ രീതിയിൽ നല്ല ജനപങ്കാളിത്തത്തോടു കൂടി നമ്മുടെ വാളൂർ പുളിക്കക്കടവ് സൗഹൃദ തീരത്ത് നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒറ്റ മനസ്സോടു കൂടിയിട്ട് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കാൻ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരികയും ചെയ്യുകയുണ്ടായി. വിഭാഗീയതയുടെയും അതല്ലെങ്കിൽ വിഘടനവാദത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇരിക്കാൻ കഴിയുന്ന ഒരു പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക കൂടി ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന നിലയിൽ സാംസ്കാരിക പരിപാടികൾ, അതോടൊപ്പം തന്നെ കാർണിവലുകൾ, ഫുഡ് ഫെസ്റ്റ്, അതോടൊപ്പം തന്നെ കലാകായിക പരിപാടികൾ, അങ്ങനെ സാംസ്കാരിക ഔന്നത്യത്തിൽ നിൽക്കുന്ന വാളൂരിൻ്റെ ചരിത്രത്തിൽ ഇടം നൽകുന്ന ഒരു ഫെസ്റ്റായിരുന്നു പുഴയോര ഫെസ്റ്റ്. നന്മ വാട്സപ്പ് കൂട്ടായ്മ 2016 ഏതാനും ചില പ്രവാസികളാൽ ആരംഭിച്ച ആ കൂട്ടായ്മ നാളിതുവരെ ജനങ്ങൾ നെഞ്ചിലെത്തി എന്നുള്ളത് വസ്തുത തന്നെയാണ്. പടവുകൾ ഉറങ്ങും പുഴയുടെ തീരം പതിവായി എന്നെ വിളിക്കുമ്പോൾ പാതി ഉറക്ക കനവുകൾ തോറും പതിയുന്നു കാതിൽ പദചലനം. ഇന്നത്തെ കാലത്ത് എല്ലാ മതഭേദങ്ങളെയും എല്ലാ ജാതിഭേദങ്ങളെയും മറന്ന് മനുഷ്യർ ഒന്നിക്കുന്ന ഇടങ്ങളുണ്ടാവുക എന്നതിന് വലിയ പ്രസക്തിയുണ്ട്. കേരളത്തെ ഈ കേരളമാക്കി നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതും ഇത്തരത്തിലുള്ള ഈ മതജാതി ഭേദങ്ങളെ മറന്ന് മനുഷ്യർ ഒന്നിക്കുന്ന അതിൻ്റെ ഇടങ്ങളാണ്. നന്മ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ പ്രളയ സമയത്താണത് ഫോം ചെയ്തത്. അതിനുശേഷം പല മേഖലയിലും നമ്മൾ കുറേ പ്രവർത്തനങ്ങൾ നടത്തി. ജീവകാരുണ്യ പ്രവർത്തനം, അതുപോലെ പാഠപുസ്തക വിതരണം എന്നുകൊണ്ട് പല അവസാനം നമ്മൾ ഈ പുഴയോര ഫെസ്റ്റിവലിലേക്ക് എത്തിച്ചേർന്നത്. അവളുള്ളൊരു വലിയ ആവശ്യമാണ് ജനകീയ കൂട്ടായ്മ നിലനിർത്തുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് എല്ലാവരെയും ഒറ്റക്കെട്ടായി അണിനിരത്തിക്കൊണ്ട് അതിൽ ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ഈ സംഘാടക സമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രവാസികളായി ഞങ്ങളെ നിരന്തരം പിന്നിൽ നിന്ന് ഉപദേശിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും അവരുടെ കുടുംബത്തെയെല്ലാം ഈ മണപ്പുറത്തേക്ക് എത്താൻ പ്രേരിപ്പിച്ച പ്രവാസികൾക്ക് പ്രത്യേകമായി ഞാൻ നന്ദി പറയുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുഴയോര സൗഹൃദം എന്ന പേരിൽ ഇവിടെ ഏതാനും ദിവസത്തെ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ആരുടെയൊക്കെ പ്രേരണ കൊണ്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അത് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ നല്ലവരായ നന്മ വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിൽ ആ പരിപാടി പുനരാവിഷ്കരിക്കുകയുണ്ടായി. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച പരിപാടി എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ പുഴയോര ഫെസ്റ്റ് വരും വർഷങ്ങളിലും ഏറ്റവും വിജയകരമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് സംഘാടക സമിതി ചെയർമാൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ സമയത്തൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നത് ശരിക്കും ഞങ്ങളുടെയൊക്കെ ഏറ്റവും അടുത്ത കൂട്ടാണ് ഫ്രാൻസിസിനാണ്. ഫ്രാൻസിസും കൂടി ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ
സംഭവിക്കാറുണ്ട്. ഒരിക്കലും കടുപ്പമേകാത്ത ഹൃദയവും തളരാത്ത താല്പര്യവും മുറിവേൽക്കാത്ത സ്പർശവും നമ്മൾക്ക് സമ്പാദിക്കുക. അങ്ങനെ സാംസ്കാരിക ഔന്നത്യത്തിൽ നിൽക്കുന്ന വാളൂരിൻ്റെ ചരിത്രത്തിൽ ഇടം നൽകുന്ന ഒരു ഫെസ്റ്റായിരുന്നു പുഴയോര ഫെസ്റ്റ്. ഇത്തരത്തിൽ പരിപാടികൾ നമ്മുടെ നാടിനകത്ത് ഏറെ അത്യന്താപേക്ഷിതവും ആകർഷണീയതയുള്ളതാണ്. ഇത്തരം പരിപാടി ഇനിയും നമുക്ക് ഈ പുഴയോരത്ത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം. അത് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകേണ്ട ആവശ്യകത നമുക്കുണ്ട്. അതിനായി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പരിപാടികളൊക്കെ വെച്ച് ഇനി പുല്ലും കാടും ഒക്കെ വരാതെ നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ ഇതിൽ ഓർമ്മിപ്പിക്കുകയാണ്. നിർധരായ ജനങ്ങൾക്ക് വിദ്യാഭ്യാസ സഹായങ്ങളായിക്കോട്ടെ, രോഗി ശുശ്രൂഷകളായിക്കോട്ടെ, അവർ നെഞ്ചിലെത്തി അവർക്കൊരു അത്താണിയും സാന്ത്വനവുമായി നിലകൊള്ളുന്നത് കൊണ്ടാണ് ജനങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പരിപാടിയായിരുന്നു ഈ പുഴയോരത്ത് നടന്നത്. അതിന് മാത്രമുള്ള ജനപങ്കാളിത്തം പുഴയോരത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും വലിയൊരു ജനപങ്കാളിത്തത്തിന് പറ്റിയ പരിപാടികൾ വന്നിട്ടില്ല. അപ്പം നമ്മൾ ഇനിയുള്ള കാലം ഇതിലും ഗംഭീരമായിട്ടുള്ള പരിപാടികൾ നടത്തി വിജയിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നന്മയുടെ പുഴയോര ഫെസ്റ്റ് വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. തുടർന്നും ഇതുപോലുള്ള നല്ല പ്രോഗ്രാമുകൾ പ്രതീക്ഷിക്കുന്നു. അതെ, നമ്മുടെ വർഷത്തെ പുഴയോര ഫെസ്റ്റ് ഗംഭീരമായിരുന്നു. നല്ല ജനഭാഗ്യമുണ്ടായിരുന്നു. ആളുകൾ തടിച്ചു കൂടിയൊരു പ്രോഗ്രാമായിരുന്നു നമ്മുടെ. അടുത്ത വർഷം ഒന്നുകൂടി ഒന്ന് ഗംഭീരമാക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നമുക്ക് ശ്രമിക്കാം അല്ലേ? ഇവിടുത്തെ പുഴയോര ഫെസ്റ്റ് എങ്ങനെ ഉണ്ടായി? നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയും അടുത്ത കൊല്ലം ഇതുപോലെ നല്ല പ്രോഗ്രാമുകൾ പ്രതീക്ഷിക്കുന്നു. കാരണം അതിലൊരു കഥയുണ്ട്, അത് ഉൾക്കൊള്ളാവുന്നൊരു കഥയാണ്. ഈ സമൂഹത്തെ മദ്യപാനത്തിൻ്റെ ഒരു ഇത് അത് വളരെ നന്നായി അദ്ദേഹം അത് അവതരിപ്പിച്ചു. അതിൽ അഭിനയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കുടുംബത്തോടൊപ്പം തന്നെ പല ആളുകളും വളരെ സന്തോഷത്തോടെ തന്നെയാണ് പരിപാടിയിൽ പങ്കെടുത്ത് വളരെ തൃപ്തിയോടെ അവർ മടങ്ങിയത്. വരുന്ന വർഷത്തേക്ക് ശരിക്കും പറഞ്ഞ ഒരു കാത്തിരിപ്പ് തന്നെയാണ്. കാത്തിരിപ്പ് വരാൻ പോകുന്ന പുഴയോര ഫെസ്റ്റിന് മാത്രമല്ല, എവിടെയോ നഷ്ടപ്പെട്ട സൗഹൃദ തീരത്തിന് വേണ്ടി തന്നെയാണ്. പുഴ മലിനമാക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നാടാകെ പ്രക്ഷോഭമുയർത്തിയിട്ടും തീരുമാനമാകാതെ നാട്ടുകാർ നെഞ്ചോട് ചേർത്ത് വെച്ച പുളിക്കക്കടവ് സൗഹൃദ തീരം പരിസ്ഥിതിയുടെ പേരിൽ നിർത്തിവെച്ചിരിക്കുന്നു. പ്രകൃതിയെ ആശ്രയിക്കാതെ മനുഷ്യന് നിലനിൽപ്പില്ല. നമുക്ക് ചുറ്റും പ്രകൃതിദത്തമായി കാണുന്ന എല്ലാം നമുക്ക് നിലനിർത്തിയേ പറ്റൂ. പുളിക്കക്കടവിൻ്റെ പ്രകൃതി നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ കൂടുവാനൊരിടം, പ്രകൃതിയെ അറിയുവാനും ആസ്വദിക്കുവാനും നമ്മുടേതായൊരിടം അതിനായി കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ